പുലർച്ചെ 2 മണിക്ക് തോണ്ടി വിളിച്ചിട്ട് പറയാണ് വേഗം പാക്ക് ചെയ്തോ, നമുക്കൊരു ട്രിപ്പ് പോകാമെന്നുള്ളത്. സംഭവം നമ്മൾ പോയത് കൊടൈക്കനാലിലോട്ടാണ്. അപ്പോൾ പോകുന്ന വഴിയിൽ മറ്റേ മിന്നാരത്തിലെ വണ്ടിയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പാലക്കാട് പഴനി ആ ഒരു റൂട്ടിലാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു മെയിൻ ഡിസ്ക്ലെയിമർ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2023 ജൂലൈയിലാണ് നമ്മൾ ഈ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നത്. ഇനിയെങ്കിലും അത് ഇട്ടിട്ടില്ലെങ്കിൽ എൻ്റെ തലമണ്ട തല്ലി പൊളിക്കുന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഞാനതിപ്പോൾ വേഗം എഡിറ്റ് ചെയ്ത് തട്ടിക്കൂട്ടിയിരുന്നത്. പിന്നെ പോകുന്ന വഴിക്ക് നല്ല റാ പോലെ കുറേ പുളിമരങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. ഈ വലിയ ഈ ലോറികളൊക്കെ പോയിട്ട് വന്നിട്ട് അതിൻ്റെ മേലൊക്കെ ഒരഞ്ഞുണ്ട്. ഏകദേശം സ്പോട്ടിലെത്തിയപ്പോൾ ഭയങ്കര കളർഫുള്ളായിട്ടുള്ള ഓറഞ്ച്, പിന്നെ ഊട്ടിപ്പൂവല്ല കൊടൈക്കനാൽ പൂ, സ്ഥലത്തിനനുസരിച്ച് നമ്മളതിൻ്റെ പേര് മാറ്റണമല്ലോ, കോടപ്പൂന്നോ അങ്ങനത്തേലൊക്കെ പറയാം. അവിടെ ചെന്നപ്പോഴത്തേനും കുറച്ചൊക്കെ വിശന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, കാരണം ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. അങ്ങനെ അവിടെ ചെന്ന് നമ്മൾ ഈ ചോളമില്ലേ, സ്വീറ്റ് കോൺ, അത് ഇങ്ങനെ പുള്ളിക്ക് ഇതിനെന്താ പറയുക, അത് ഇങ്ങനെ ചുട്ട് തന്നു. ആ ടൈമിൽ എനിക്ക് അങ്ങനെ പൊതുവേ ഹെൽത്തി ഫുഡ് കഴിക്കാനൊന്നും വലിയ ഇഷ്ടമല്ലായിരുന്നു, പക്ഷേ അത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളൊരു സബർജല്ലി തോട്ടത്തിലായിരുന്നു ഞങ്ങളുടെ സ്റ്റേ ഒക്കെ ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നല്ല ഭയങ്കര വ്യൂ ആയിരുന്നു കേട്ടോ. കോടയൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ വരും പോവും അങ്ങനെയൊക്കെ. ഞാൻ എൻ്റെ ചില ഷോർട്സ് വീഡിയോസിനകത്ത് ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ഈ ഒരു സബർജല്ലി തോട്ടത്തിൻ്റെ അതിൻ്റെ ഇടയിൽ മറ്റേ ആരോ സ്നഗ്ഗിയൊക്കെ വലിച്ചെറിഞ്ഞിട്ടുണ്ടായിരുന്നതൊക്കെ. അത് ഞാൻ നേരത്തെ ഒരു ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒത്തിരി മുന്നേ തന്നെ. പിന്നെ ലോങ് വീഡിയോ ഒന്നും എഡിറ്റ് ചെയ്യാൻ എനിക്ക് അത്ര സമയം കിട്ടാത്തതുകൊണ്ട് പിന്നെ എൻ്റെ മടി കാരണം ഞാൻ അങ്ങനെ ഇടാറുന്നില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ഫ്രഷ് ആയിട്ട് എന്ത് ചെയ്തു, അത്യാവശ്യം നമ്മൾ എന്താ പറയുക സൈറ്റൊക്കെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടുത്താണ് അവിടെ ഡോൾഫിനോസ് പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് അങ്ങോട്ട് പോകാമെന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. പിന്നെ പോകുന്ന വഴിയിലൊക്കെ കണ്ട സഫർജയിൽ ഇതൊക്കെ പറിച്ച് അത്യാവശ്യം തിന്നു. പിന്നെന്താ അവിടെ നിന്ന് കുറച്ച് ഇറങ്ങുമ്പോൾ തന്നെ തൊട്ടടുത്ത് തന്നെ റെസ്റ്റോറൻറ്റും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ഇറക്കത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ അവിടെ നമ്മൾ ഈ മാഗി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇല്ലേ, ആ കട ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഒരു നല്ലൊരു കുഞ്ഞൊരു പട്ടിക്കുട്ടീനെ കണ്ടു. ഏജ് ഉണ്ട് തോന്നുന്നു, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അതിങ്ങനെ വാലാട്ടിയിട്ട് അത് പിന്നാലെ ഇങ്ങനെ ഇതായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. ചുമ്മാ അതിനെ ഞാൻ മാത്രം ചൊല്ലി പേടിപ്പിച്ച് ഇങ്ങോട്ട് പോകുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നതായിട്ട് വരുമ്പോഴാണ് ഞങ്ങളുടെ വഴിയിൽ മറ്റൊരു അതിഥി. ആരാണ് ഒരു കുതിരയോ കോവർ കഴുതി അങ്ങനെ എന്തോന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അവിടെ അങ്ങ് വന്ന് നിന്നു. ഞാൻ എന്താ ഇത് എന്നോട് പൂർവ്വവൈരാഗ്യം പോലെ നിൽക്കണമെന്ന് വിചാരിച്ചപ്പോൾ സംഭവം എന്താണെന്നറിയോ, ഞാൻ ഈ ഓടിക്കയറി മാറി നിന്നത് അത് സ്ഥിരം പോകാറുള്ള അതിൻ്റെ വഴിയിലാണ്. അതിൻ്റെ ഒരു മെമ്മറി നോക്കിയേ. എന്നിട്ട് പിന്നെ ആ ചേട്ടൻ അതിനെ അപ്പുറത്ത് കൂടെ തന്നെ കൊണ്ടുപോയി. പിന്നെ ദേ യൂക്കാലിപ്റ്റസ് മരങ്ങൾക്കിടയിലൂടെ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ പോയി. അങ്ങനെ വെക്കൊണ്ടിരിക്കുമ്പോഴാണ് പിന്നെ ഞാൻ വേറൊരു മരം കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഓരോ സ്ഥലത്തും ഇങ്ങനെ വീഡിയോ എടുത്ത് നിൽക്കണോണ്ട് തന്നെ ക്ഷമയുടെ നെല്ലിപ്പലകയും ചക്കപ്പലകയൊക്കെ തകർത്തിട്ടാണ് ഏട്ടൻ പോകുന്നത്. ഞാൻ ഒന്നും മൈൻഡ് ചെയ്യാൻ നിന്നില്ല. ഞാനിതേ ഈ ഒരു കണ്ടോ എന്താണെന്നറിയില്ല, പൂപ്പലാണോ പായലാണോ ഒരു സിന്ദൂരപ്പൊടിയൊക്കെ പോലുള്ളൊരു സാധനം. അത് കഴിഞ്ഞിട്ട് ഞങ്ങളവിടെ ഒരു വ്യൂ പോയിൻറ്റിലെത്തി. ആ വ്യൂ പോയിൻറ്റിൽ നിന്ന് നോക്കുമ്പോൾ അത്യാവശ്യം നമുക്ക് കുറേ ഏരിയ കാണാമായിരുന്നു. പിന്നെ എവിടെ അവക്കാടോ കണ്ടു കഴിഞ്ഞാലും എനിക്കൊരു പ്രാന്താണ്. അതിൽ നിന്നൊക്കെ പൊട്ടിച്ച്, പക്ഷേ ഇതിന്ന് പൊട്ടിക്കിയത് ആകെ പൂത്തിട്ടുള്ളതും ഒരു കായ പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ നോക്കുമ്പോൾ അങ്ങനെ അതൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്തു, പിന്നെ ഇങ്ങനെ വെള്ളം ഒഴുകുന്നൊരു സ്ഥലമുണ്ട്, അവിടെ ചെന്നിട്ട് ഞങ്ങളിങ്ങനെ നിന്ന് വ്യൂസൊക്കെ എടുക്കുമായിരുന്നു. അപ്പണ്ട് വീണ്ടും എഗെയിൻ ആ ശബ്ദം. എനിക്ക് പേടിയാ. സംഭവം ഒന്ന് പേടിച്ചാലെന്താ. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ അങ്ങോട്ട് ക്യാമറ തിരിച്ച് വന്നപ്പോഴത്തേനും എനിക്ക് നല്ല ഭംഗിയുള്ളൊരു പൂവിൻ്റെ ഒരു ഫോട്ടോയും കിട്ടി. അങ്ങനെ പിന്നെ ഞാൻ അതും നോക്കിയിട്ട് എന്ത് ചെയ്തു, വീണ്ടും മറ്റേ യൂക്കാലിപ്റ്റസ് മരങ്ങൾക്കിടയിലൂടെ ഞങ്ങൾ ഇങ്ങനെ പോന്നു. ലാസ്റ്റിൽ ഡോൾഫിനോസ് പോയിന്റിലെത്തി. അത് അന്നെനിക്ക് വലിയ ബോധമില്ലായിരുന്നു. അല്ല, ഇപ്പോഴും അത് ചെയ്യുന്ന സമയത്ത് എനിക്ക് വലിയ ബോധമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ശേഷം ഇങ്ങനെ കാണുമ്പോഴും ചിന്തിക്കുമ്പോഴും ഒക്കെ എനിക്ക് ഭയങ്കര ഒരു വേണ്ടായിരുന്നു, എന്നാലും അങ്ങനെ ആയിരുന്നെങ്കിലോ എന്നൊക്കെ തോന്നും. കാരണം അവിടെ അത്ര ഇങ്ങനെ മറ്റേ കേജോ അങ്ങനത്തെ വലിയ എന്താ പറയുക ഫെൻസിങ് അങ്ങനത്തെ സംഭവം ഒന്നുമില്ല, വലിയ അത്ര സേഫ്റ്റി അതൊന്നുമില്ല. നമ്മൾ നമ്മുടെ ഒരു റിസ്കിൽ പോയതായിട്ട് വരണം. പക്ഷെ ഇവിടെ ഒന്നും കുഴപ്പമില്ല കേട്ടോ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അപ്പുറത്തേക്കൊന്നും ഈ ലെഫ്റ്റ് സൈഡിലോട്ട് വീഴുമെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പുറത്തേക്ക് അങ്ങനെ പോവില്ല, ആ ഒരു എൻഡ് വരെതായിട്ട് പോവില്ല. അപ്പം ഞാനൊരു പൊലിവിലിതായിട്ട് പോയി. അപ്പോഴൊന്നും എൻ്റെ ബുദ്ധി വർക്ക് ചെയ്യണില്ല എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അങ്ങനത്തെ ഒക്കെ ഒരു സിറ്റുവേഷനിൽ എന്തോ ഒരു ഹോർമോണൽ പ്രശ്നം ഉണ്ട് എനിക്ക്. അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ പോയി. പോയ വീഡിയോ ഞാൻ പിന്നെ ലാസ്റ്റ് ആക്കി തരട്ടെ. ഏട്ടൻ കുറച്ച് ഏറ്റവും എൻഡ് വരെ പോയില്ല, എന്നാലും അത്യാവശ്യം കവർ ചെയ്തിട്ട് അങ്ങനെ പോയെടുക്കണം. ഇവിടുന്ന് പെട്ടെന്ന് ഞാൻ ഒന്ന് പേടിച്ചു. പിന്നെ ഈ സൈഡിൽ ഇങ്ങനെ ആയതുകൊണ്ട് കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ അഹങ്കാരത്തിൽ എന്ന് വേണം പറയാൻ, അഡ്വഞ്ചറസ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പതുക്കെ പോയിട്ട്
അപ്പം ഞാൻ നന്നായി വീഡിയോ ഒക്കെ എടുത്തേക്കാനും ഇതൊക്കെ പറഞ്ഞതാക്കി. പക്ഷേ എൻ്റെ ഈ ബോധമില്ലായ്മ അല്ലെങ്കിൽ ഏട്ടന് പേടിയുണ്ടാവുമല്ലോ, അങ്ങനെതായിട്ട് എടുത്ത് മുഴുവൻ അതൊന്നും കിട്ടിയില്ലേ തോന്നണേ. ഞാൻ എന്തേലും ഇതാവുമൊന്നും വെച്ച് എൻ്റെ പിറക്കതായിട്ട് വരുന്നുണ്ടായിരുന്നു തോന്നണേ. അങ്ങനെ അവിടെ എത്തി. ഞാൻ പിന്നെ അവിടെ ഇരിക്കുകയൊക്കെ ചെയ്ത്. ഇരുന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെയും മറ്റേ സംഭവം എന്ത് ബോധമില്ലായ്മ പ്ലസ് അഹങ്കാരം. അങ്ങനെ ഞാൻ അവിടെ ഇരുന്നു. എന്നിട്ട് പിന്നെ അവിടെ കിടന്നു. അങ്ങനെ കുറേ ഫോട്ടോസും സംഭവമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ശരിക്കും ആലോചിക്കുമ്പോൾ ഉണ്ടല്ലോ, ഉള്ളിൽ എന്തോ ഒരു പോലെ കേട്ടോ. അതിനൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ ഓരോന്ന് വീഡിയോ എടുത്ത് വരുന്നതിൻ്റെ ഇടയിലാണ് നമ്മുടെ മറ്റേ ബട്ടർഫ്ലൈ പ്ലാന്റ് ഇല്ലേ, അതിൻ്റെ കുഞ്ഞു കുഞ്ഞു സാധനം വൈൽഡ് വെറൈറ്റിയാണ് തോന്നുന്നു. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, അടുത്ത് തന്നെയാണ് ആ റെസ്റ്റോറൻറ്റ്. ആ റെസ്റ്റോറൻറ്റിൻ്റെ സൈഡിലൂടെ നോക്കുമ്പോൾ നമ്മളാ താമസിക്കുന്നത് അതിലേതോ ഒരു ഹട്ടിലാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് മറ്റേ ഇതിൻ്റെ സൈഡിൽ കൂടെ തന്നെ പോയിട്ട് നമ്മളിങ്ങനെ ഇറങ്ങി നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയിലൊക്കെ തന്നെ ഈ സബർജില്ലയുടെ മരങ്ങളുണ്ട് കേട്ടോ. ചിലതിലൊക്കെ താഴത്തുണ്ട്, ചിലതിലൊക്കെ അത്യാവശ്യം മേളിലാണ്. അപ്പോൾ കുറച്ചൊക്കെ നമ്മളിങ്ങനെ പറിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഫ്രഷായിട്ട് ഇങ്ങനെ കടിച്ച് പറിച്ച് തിന്നാനും പറ്റും. കുറേ താഴെ കിടക്കുന്നുണ്ട് കേട്ടോ ഈ പഴുത്തിട്ട്. അപ്പോൾ പിന്നെ കുറേ എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ അരിച്ചിട്ടും ഇതായിട്ടൊക്കെ ഉണ്ടാവില്ലേ എന്നൊക്കെ വെച്ചാൽ അതൊന്നും അങ്ങനെ എടുത്തില്ല. മേളിൽ നിന്ന് എന്തായാലും പൊട്ടിക്കാൻ കിട്ടുന്നുണ്ടല്ലോ. അപ്പം പിന്നെ കുറച്ച് ഷോ ഓഫ് ആവാമെന്ന് വിചാരിച്ചിട്ട് അത് പൊട്ടിക്കാൻ പോയി. അപ്പോഴാണ് ഇതിൻ്റെ ഈ പൂവ് കണ്ടിട്ട് ഏകദേശം കംപ്ലീറ്റ് അതുപോലെയല്ല, ഈ പേരയുടെ ഒക്കെ പൂക്കളൊക്കെ അല്ലേ അതുപോലെയൊക്കെ ഉണ്ട്. ഒരു ചെറിയൊരു സാമ്യം അത്രേ പറയാൻ പറ്റുള്ളൂ. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇത് വീണതൊന്നുമല്ല കേട്ടോ, ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ചുമ്മാ ഇട്ടുകൊണ്ട് ഇരുന്നതാണ്. അങ്ങനെ കണ്ടോ, അതൊക്കെ അത്രയും യെല്ലോയിഷ് ആയിട്ടുണ്ട്. അത്രയും ഉള്ളത് വലിയ ടേസ്റ്റ് ഒന്നുമില്ല എന്നുണ്ട്. ഈ ഒരു പരുവത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കടിച്ച് പറിച്ച് തിന്നുമ്പോൾ മറ്റേ വിമൽ സാറിൻ്റെ സബർജില്ലി തോട്ടം അല്ലേ, അതുപോലെ നല്ല സംഭവം, നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. ഇത് കണ്ടോ കുഞ്ഞൻ സബർജില്ലികൾ. പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നോക്കുമ്പോൾ ഉണ്ടല്ലോ, ഈ കോട വരുന്ന സമയമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്നും കാണത്തേ ഇല്ല കേട്ടോ. ഇപ്പം അത്യാവശ്യം വിസിബിളായിട്ട് ഉണ്ട് സ്കൈ, അപ്പോൾ കാണാനും പറ്റും. പിന്നെ ഈ മത്തങ്ങയുടെ പൂവ് താഴത്ത് ഇതിൻ്റെ വേറൊരു വെറൈറ്റി കുറച്ചും കൂടി ഒരു റെഡ് പോലെയുള്ളത് നമ്മുടെ നാട്ടിലൊക്കെ കാണാനുണ്ട്. അത് ഇതിൻ്റെ നമ്മൾ സ്റ്റേ ചെയ്യുന്നതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ റൂമിൽ വരുമ്പോഴൊക്കെ തുറന്നിട്ട് നോക്കുക, കോട വന്നോ എന്ന് നോക്കലാണ് എൻ്റെ മെയിൻ പണി ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പോരുന്ന വഴിക്ക് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ഉണ്ടാക്കുന്ന പൂക്കൾ ഇത് അത്യാവശ്യം അവർ ഉണ്ടാക്കുന്നതാണ്. എവിടെ നോക്കിയാലും ഫുൾ പൂക്കളാണ്, മറ്റേ ഹൈഡ്രാഞ്ചിയ പൂക്കൾ അതൊക്കെയാണ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തായാലും ക്യാരറ്റ് ഒന്നും ഒഴിവാക്കാൻ പറ്റാത്ത സാധനമല്ലേ, അങ്ങനെ ഒരു പിടി ക്യാരറ്റ് അങ്ങനെ മേടിച്ചു. എന്നിട്ട് പോകുമ്പോൾ തന്നെ നിബിഡമായ വീണ്ടും മരങ്ങൾക്കിടയിലൂടെ അങ്ങനെ യൂക്കാലിപ്റ്റസ് അല്ലല്ലോ, പൈൻ മരങ്ങൾക്കിടയിലൂടെയും പോയി. പിന്നെ ഇത് അവിടെ ഇവിടേക്ക് ഇങ്ങനെ കുറേ അരുവികളൊക്കെ ഒഴുകുന്നുണ്ടായിരുന്നു. പിന്നെ ഈ സൈഡിൽ ഈ മരമൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ, എൻ്റെ മനസ്സിലെ വൃത്തികെട്ട ചിന്തകൾ കാരണം എനിക്ക് തോന്നുന്നു അതിപ്പോൾ ഇടിഞ്ഞു വീഴുമോ. പൊതുവേ ഈ കൊടൈക്കനാലിൽ എല്ലാവരും വരുമ്പോൾ, അതും ഫസ്റ്റ് വരുമ്പോൾ എങ്ങോട്ടേക്കാണ് പോവുക, ഈ ലേക്ക് മറ്റേ എന്താ സംഭവം മറ്റേ സുഭാഷ് ഗുണ കേവ് അങ്ങനെയൊക്കെയുള്ള സ്ഥലത്തേക്കല്ലേ വരിക. പക്ഷേ ഏട്ടൻ എന്നെ കൊണ്ടുപോയത് പൂണ്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രാമത്തേക്കാണ്. സംഭവം നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. അവിടുത്തെ ആ ഒരു ലാൻഡ്സ്കേപ്പും അവരുടെ മറ്റേ കൃഷിയും ഇതെല്ലാം കാണാം. സംഭവം എനിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. പിന്നെ വരുമ്പോഴേ കുറേ കുരങ്ങുകളെയും കണ്ടു. പിന്നെ എന്നോട് പറഞ്ഞു നമ്മൾ സ്കോട്ട്ലാൻഡ് പോലെ ഒരു സ്ഥലത്തേക്കാണ് പോകണമെന്ന് കുറേ നേരമായി പറയുന്നത്. എനിക്കാണെങ്കിൽ ആ ഒരു ഫീലും കിട്ടുന്നില്ല. കുറേ കഴിഞ്ഞപ്പോൾ സംഭവം അത് കിട്ടിയിട്ടാണ്. ഞങ്ങൾ പോയത് നമ്മുടെ മന്നവന്നൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മുയൽ, ചെമ്മരിയാട് ഇതിൻ്റെയൊക്കെ ഒരു ഫാമിലാണ്. അത്യാവശ്യം നമുക്ക് ആ ഗേറ്റ് കഴിഞ്ഞിട്ടും വണ്ടി കുറേ ദൂരത്തേക്ക് പോകും. വെറുതെ ഇവിടെ നിർത്തിയിട്ട് നടന്നു പോകേണ്ട കാര്യമൊന്നുമില്ല. കണ്ടു പച്ചപ്പട്ട് വിരിച്ച് ഫുൾ ഹരിതാപവും പച്ചപ്പും. പിന്നെ അവിടെ ഈ കുതിര ഉണ്ടായിരുന്നു. ഈ കൊണ്ടുവന്ന ക്യാരറ്റുകൾ കുറേ പേര് അതിന് കൊടുക്കുന്നുണ്ട് തോന്നുന്നത്. പക്ഷേ ഞാൻ കൊടുത്തില്ല കേട്ടോ. ഞാൻ എൻ്റെ ക്യാരറ്റൊക്കെ ഞാൻ തന്നെ തിന്നു. അതിനവിടെ കുറേ ക്യാരറ്റ് ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഞാൻ കൊടുക്കുന്നത്. അങ്ങനെ എന്ത് ചെയ്തു, ആ റാബിറ്റിൻ്റെ അങ്ങോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ എന്തൊരു ഭംഗിയാണെന്നറിയോ. നിങ്ങൾക്ക് അങ്ങനെ തോന്നുമോ എനിക്ക് അറിയില്ല കേട്ടോ. എനിക്കുണ്ടല്ലോ പെട്ടെന്ന് എനിക്ക് മുയലിറച്ചി കഴിക്കാനാണ് എനിക്ക് തോന്നി. എൻ്റെ മനസ്സ് എന്താ അങ്ങനെയൊന്നും എനിക്കറിയില്ല. ഞാൻ ഇതുവരെ മുയലിറച്ചി കഴിച്ചിട്ടില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് അങ്ങനെ ഒരു തോട്ട് വരും. ഇത് കണ്ടപ്പോൾ എനിക്ക് ഫസ്റ്റ് അതാ തോന്നിയത്, സൈക്കോമൈറ്റ് പട്ടു. അങ്ങനെ എന്ത് ചെയ്തു, സംഭവം കുറേ വീഡിയോ ഒക്കെ എടുത്ത്. ഇതുങ്ങളുടെ ഉണ്ടല്ലോ ഈ കുഞ്ഞു കുട്ടികൾക്ക് അത് മനസ്സിലായിട്ടാണ് തോന്നുന്നത്. വേഗത എൻ്റെ അടുത്തുനിന്ന് രക്ഷപ്പെട്ടിട്ട് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൽ ഒരെണ്ണത്തിന് ബോധമില്ലാത്തതുകൊണ്ടാണ് തോന്നുന്നത്, അതിങ്ങനെ വന്നിട്ട് ക്യാമറ ഒക്കെ അങ്ങനെ ഇങ്ങനെ മണത്ത് നോക്കുന്നുണ്ടായിരുന്നു. ഇതുങ്ങളുടെയൊക്കെ ആ ചെവിയിൽ കണ്ടോ, ആ ഞരമ്പൊക്കെ കറക്റ്റ് നമുക്കൊരു എക്സ്റേ ഒക്കെ എടുത്ത പോലെ, അല്ല എക്സ്റേ ഇല്ലേനല്ലേ, എന്തോ എടുത്ത പോലെ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ പല കളറുമായിരുന്നു. ഈ ചാരമായിട്ടുള്ളത്, മറ്റേ ഈ ചെവി കടിച്ച് ഇതാക്കുക പറയില്ലേ, ഒരു ചെവി തല തരുമൊക്കെ കഴിക്കില്ലേ, അങ്ങനെ എന്തോ ഒരു അവസ്ഥയിൽ മറ്റേ മുയൽക്കുട്ടി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ കണ്ണെന്ന് പറയുന്നുണ്ടല്ലോ എന്താണെന്നറിയാം, സൈക്കോ നോട്ടം. പക്ഷെ എനിക്ക് ഇതിനെ കണ്ടപ്പോൾ മാത്രമേ എനിക്ക് പാവം തോന്നി. ഭയങ്കര പേടിച്ചിട്ട് എണ്ണ ഇരിക്കുന്നുണ്ടായിരുന്നു. അതിനെനിക്ക് അവിടെ നിന്ന് രക്ഷപ്പെടുത്തി തുറന്ന് വിടണം എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടോ. അത്രയും പേടിച്ചിട്ടാണ് അതവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഓരോ മൂമെൻറ്റ്സ് വരുമ്പോഴും അതിങ്ങനെ ഞെട്ടുകയാണ്, പാവം തോന്നി അതിന്. പിന്നെ ഇതുപോലെ തന്നെ പല പല കളറിലുള്ളത് ഉണ്ടായിരുന്നു. ഈ കുഞ്ഞുങ്ങൾ ഭയങ്കര ക്യൂട്ടായിട്ട് അവിടെ കിടന്നിട്ട് ഓവർ ക്യൂട്ട്നെസ് ഒക്കെ വാരി വിതർന്നുണ്ടായിരുന്നു കേട്ടോ.
പിന്നെ ഞാൻ കുറച്ച് നേരമൊക്കെ അതൊക്കെ നോക്കി. പിന്നെ എൻ്റെ മൈൻഡ് മാറണ്ട വെച്ചിട്ട് ഞാനിത് വേഗം ഇങ്ങോട്ട് പോന്നു. പിന്നെ ഞങ്ങൾക്ക് ഫോട്ടോ എടുത്തരാൻ ആരുമില്ലല്ലോ, ഞങ്ങൾ തന്നെ അവിടെ ഇവിടെയൊക്കെ ഫോട്ടോ ഒക്കെ എടുത്താക്കി വെച്ച് അത്യാവശ്യം പറ്റുന്ന ഫോട്ടോസൊക്കെ കുറേ എടുത്ത്. സംഭവം സ്പോട്ട് എന്ന് പറയുന്നത് പറഞ്ഞ പോലെയൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ. ആ ബിൽഡപ്പ് ഒന്നും അല്ലായിരുന്നു. എനിക്ക് അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ മനസ്സിലായി ആ ലാൻഡ്സ്കേപ്പൊക്കെ ഉണ്ടല്ലോ സൂപ്പറായിരുന്നു. പിന്നെ അവിടെ നമുക്ക് ഈ കുതിരയുടെ മേൽ കയറി പോകാനും ഒക്കെ ഇതായി പറ്റും. ഈ കുതിരയുടെ മേത്ത് ഓരോ 96 അങ്ങനെയൊക്കെ ഓരോരോ നമ്പറൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അതിൻ്റെ മേൽ കയറിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ അവിടെ ചെന്നപ്പോൾ തന്നെ കുറേ തവണയായി ആ 2 കുതിരകൾ ഇങ്ങനെ അങ്ങോട്ട് പോകണു, വേറെ ഉണ്ടോയെന്നറിയില്ല, അങ്ങോട്ട് പോകണു ഇങ്ങോട്ട് പോകണു. അപ്പം അതിങ്ങനെ ഭയങ്കര ദയനീയമായിട്ട് എനിക്ക് തോന്നി. എനിക്കിഷ്ടമാണ് ഇങ്ങനെ ഭയങ്കര ആക്റ്റീവായിട്ടൊക്കെ ഇങ്ങനെ ഒരൊറ്റ കുതിര ഇങ്ങനെ വീട്ടുകളിലൊക്കെ വളർത്തണം അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ. അത് പറയുമ്പോൾ നമ്മൾ ഒരാൾ മാത്രം എടുക്കുക പോലെ, ഇത് പാവ അതിൻ്റെയൊക്കെ പുറത്ത് കയറി കഴിഞ്ഞാൽ അതെന്നെ പ്രാഗി കൊല്ലും. അതുകൊണ്ട് പിന്നെ ഞാൻ അതിനൊന്നും നിന്നില്ല. അവിടെ പോയിട്ട് മറ്റേ ഈ ചെമ്മരികാടുകളെയൊക്കെ ഒരു ഫെൻസിങ്ങിൻ്റെ ഉള്ളിലാക്കിയിട്ടാണ് ഇവർ വളർത്തല്ല മേയാൻ വിട്ടിരിക്കുകയാണ്. കൂടും ഇതൊക്കെ അപ്പുറത്ത് വേറെ ഉണ്ട്, അപ്പുറത്ത് തന്നെ വേറൊരു ലേക്ക് ഇതൊക്കെ ഉണ്ട്. അങ്ങനെ കുറേ കഴിഞ്ഞിട്ട് ഇവർ ഈ ചെമ്മരിയാടിനൊക്കെ അകത്ത് കയറ്റുന്ന അതിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് എന്താ പറയുക പ്രവേശനം ഇല്ല കേട്ടോ. ആ പുറത്ത് നിന്നിട്ട് ഇങ്ങനെ കാണാം, ആ ഫെൻസിങ്ങിൻ്റെ ഒക്കെ പുറത്ത് നിന്നിട്ട്. എന്നിട്ട് പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഇത് ഇത്ര സ്പീഡിലൊന്നും അല്ല കേട്ടോ പോകാൻ, ഞാൻ കുറച്ച് സ്പീഡ് അങ്ങ് കൂട്ടി കൊടുത്തതാണ് വീഡിയോ മുതലാവുകൊണ്ട് എനിക്ക്. ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ ഫുൾ എന്താ കാണിക്കുന്നത് വെച്ചാൽ ലാസ്റ്റ് ഒരു പാവം ഉണ്ടായിരുന്നു, അതിൻ്റെ കാലിന് എന്തോ ഒരു വയ്യ തോന്നണം. അപ്പോൾ അതാണെങ്കിൽ കണ്ടോ ഇവിടെ വന്നില്ല കേട്ടോ, വരുന്നില്ലോ. അതാണെന്നുണ്ടെങ്കിൽ പയ്യെ പയ്യെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അപ്പുറത്തുള്ള നമ്മുടെ കുതിരയുടെ ഒപ്പമുള്ള പിള്ളേരാണെങ്കിലോ ഭയങ്കര ത്രില്ലുമായിരുന്നു. കണ്ടോ ഇതുപോലെ നമുക്ക് അതിൻ്റെ പുറത്ത് കയറണം എന്നുണ്ടെങ്കിൽ അവിടെ പോയി ഇങ്ങനെ ക്യൂ നിന്നിട്ട് ഇത് ഓരോ റൗണ്ട് കഴിഞ്ഞിട്ട് ഈ കുതിര അവിടെ വരുമ്പോൾ എന്ത് ചെയ്യുക, അവിടെ നിന്ന് ഇങ്ങനെ കയറുക, എന്നിട്ട് പിന്നെ അതിൻ്റെ പുറത്തിരുന്നിട്ട് ഇങ്ങനെ പോവുക. ഇത് എന്തിനാ ഈ നമ്പർ ഇങ്ങനെ മാറാണ്ടിരിക്കാൻ എന്താണെന്ന് അറിയില്ല. എങ്ങനെയോ ഇതിൻ്റെ മേത്ത് ഈ ഓരോ നമ്പർ ഉണ്ട്. ഞാൻ നോക്കിയത് എന്തോ 96 അങ്ങനെ എന്തായിരുന്നു തോന്നണം. പിന്നെ എന്താ അവിടെ നിന്ന് തിരിച്ച് വരുന്ന വഴിയിലാണെങ്കിലും കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ലാൻഡ്സ്കേപ്പിൻ്റെ വ്യൂ ഒക്കെ ഉണ്ടല്ലോ, നമുക്കിങ്ങനെ പോരുമ്പോൾ തന്നെ എൻജോയ് ചെയ്യാൻ പറ്റും. ഞാനാണെങ്കിൽ അവിടെ ആ ലോണിനകത്തൊക്കെ കുറേ കിടന്നും മറിഞ്ഞൊക്കെ കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ എന്ന് പറഞ്ഞാൽ 2 സൈഡിലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഈ മൂവിയിലൊക്കെ കാണുന്ന പോലെയില്ലേ വിറകൊക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങനെ അവിടുത്തെ സ്ത്രീകൾ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ നോക്കുമ്പോൾ ദേ ഒരു ആളാണെങ്കിൽ അവിടെ നിന്ന് അനങ്ങാൻ യാതൊരു വിധ ഉദ്ദേശമില്ല തോന്നുന്നു. വരുന്ന വഴിക്കാണെന്നുണ്ടെങ്കിൽ പുലർച്ചെ ആയതുകൊണ്ട് തന്നെ ഞാൻ നല്ല ഉറക്കമായിരുന്നു, ബ്ലാങ്കറ്റും ഇതൊക്കെ എടുത്തിട്ടാണ് പോകുന്നുണ്ടായിരുന്നത്. തിരിച്ചു പോകുമ്പോഴാണെങ്കിൽ എല്ലാ കാഴ്ചയും കണ്ടു. അതവിടെ വേറെ ഒന്ന് അതിൻ്റെ കാഫ് പിന്നെ ഷോപ്പിംഗ് എന്നുള്ള രീതിയിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ തിന്നേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചെന്നു മാത്രം. അങ്ങനെ ഇവിടെ നിന്ന് ഞങ്ങൾ എന്ത് മേടിച്ചിട്ടുണ്ടായിരിക്കും, ആ മറ്റേ ഭസ്മക്കൊട്ടല്ലേ, ഒത്തിരി നാളായിരുന്നു ഞാനൊരു ഭസ്മക്കൊട്ട വാങ്ങണം എന്ന് വിചാരിച്ച് നിൽക്കണം. അങ്ങനെ അവിടെയാണെങ്കിൽ കുറേ ഭസ്മക്കൊട്ടകളുണ്ട്. എനിക്കാണെങ്കിൽ ഒരു സിമ്പിളായിട്ടുള്ള ഭസ്മക്കൊട്ടയായിരുന്നു വേണ്ടത്, പക്ഷെ അവിടെ അതില്ലായിരുന്നു. അങ്ങനെ പിന്നെ അങ്ങനെ കൊളുത്തിയുള്ള അതിൽ തന്നെ ഒരെണ്ണം മേടിച്ചിട്ട് ഫ്രണ്ടിൽ തൂക്കുകയും ചെയ്തു വീട്ടിൽ കൊണ്ടുവന്നിട്ട്. അങ്ങനെ ഞങ്ങൾ പോകുമ്പോൾ തന്നെ ഒത്തിരി ഈ മാടുകളുണ്ടല്ലോ പശുക്കളേനായിട്ട് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അവരിങ്ങനെ ഓരോ ശബ്ദമൊക്കെ ഉണ്ടാക്കിയിട്ട് ആ ഫാമിലിയിലെ ഗൃഹനാഥൻ അവരിങ്ങനെ നയിച്ച് കൊണ്ടുപോകുന്നുണ്ട്. ചെറിയ കുട്ടിയാണെങ്കിലും ഇതിനെ അനുകരിച്ചിട്ട് ആക്കുന്ന ഇങ്ങനെ കേൾക്കാം നിങ്ങൾക്ക്. പൊന്നു മക്കളെ തന്നെ കുത്തരുത്, പൊന്നെ കുത്തല്ലേ, കുത്താണ്ട് പൊക്കോട്ടോ. അല്ല പറയാൻ പറ്റില്ല എപ്പോഴതിലൊക്കെ സ്വഭാവം മാറുമെന്ന്. എന്നെ കണ്ട ഒരു കുത്തു വെച്ച് തരാൻ തോന്നുകയും ചെയ്യും. അങ്ങനെ ഞമ്മടെ സൈഡിലൊക്കെ മാറി നിന്ന് അതുങ്ങളുടെ അടുത്ത് നിന്നൊക്കെ രക്ഷപ്പെട്ടിട്ട് പോകുന്നു. പാവങ്ങളായിരുന്നു പോകുന്നത്. പിന്നെ പോരുന്ന വഴിക്ക് ഇങ്ങനെ മാങ്ങയുടെയൊക്കെ സീസൺ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ചിന്തിക്കുക, ഇപ്പോഴല്ല ഈ സീസണിലെ കുറേ മുന്നേ അങ്ങനെ അവിടെ നിന്ന് ഇളനീരൊക്കെ വെട്ടി കൈ പിടിച്ചുകൊണ്ട് നിന്ന് ഏട്ടൻ വരുന്നതിൻ്റെ മുന്നേ കുടിച്ച് കഴിഞ്ഞാൽ മിക്കവാറും ഞാനത് തീർക്കും. അതുകൊണ്ട് തന്നെ ഞാൻ കാത്തു നിന്ന്. പിന്നെ അവിടെ നിന്ന് കുറച്ച് അവിടെ നിന്നാണോ അതോ അതിനപ്പുറത്ത് നിന്നാണെന്ന് അറിയില്ല, കുറച്ച് മാങ്ങയൊക്കെ മേടിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇത് പിന്നെ വെട്ടി മുറിച്ച് തിന്ന് അല്ലാണ്ട് നമുക്കൊരു സമാധാനം വരില്ലല്ലോ. ചിലരൊക്കെ അത് അങ്ങനെ ഇട്ട് പോകുന്നൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ എനിക്ക് അത് കംപ്ലീറ്റ് അതിലെടുത്ത് തിന്നാലേ സമാധാനമാവുള്ളൂ. പിന്നെ ഒരു ആ പുളിമരങ്ങളുടെയൊക്കെ അവിടെ നിർത്തിയിട്ട് അതിൽ ഒരു ആ പേരാല അങ്ങനെ എന്തോ തീർത്തോ അതൊന്നും കാര്യം കണ്ടത് തീർത്തോ.
നിലത്ത് വീണ വീഡിയോ കൊണ്ട് നിലത്ത് മുറുക്ക് പിടിക്കട്ടാ പിടിപെട്ട് എടുത്തിട്ടാ വാ ചായ കുടിക്കാൻ നിർത്തിയ സമയത്താണ് ഈ ഒരു ട്രാക്ടറിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ അതേ നമ്മുടെ ആ കാറ്റാടിപ്പാടം തന്നെ തുടങ്ങിയ സ്ഥലത്ത് വെച്ചിട്ട് തന്നെ ആണ് ഞാൻ എൻ്റെ വീഡിയോ പെൻഡ് ചെയ്യുന്നത്. എന്തായാലും നല്ല ബ്യൂട്ടിഫുൾ വ്യൂ.